വീണ്ടും പശ്ചിമേഷ്യ കത്തുന്നു. അശാന്തിയുടെ തീരമായി വീണ്ടും മാറുകയാണ് പശ്ചിമേഷ്യ എന്നതാണ് വാർത്തകളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ യുദ്ധം ഒത്തുതീർപ്പാക്കുന്ന ഒരു കരാറുമായി ആദ്യം മുന്നോട്ട് വന്നത് ട്രംപാണ്. ആദ്യം ഇറാൻ അത് വിസമ്മതിച്ചു, പല കണ്ടീഷനുകൾ വെച്ചുവെങ്കിലും പിന്നീട് ആ ഒരു സന്ധിയിലേക്ക് ഇറാൻ കൂടി നടന്നെടുക്കുകയായിരുന്നു. അങ്ങനെ ഒത്തുതീർപ്പ് വന്നതോടുകൂടി സമാധാനം പശ്ചിമേഷ്യയിൽ ഉണ്ടായി എന്ന് എല്ലാവരും കരുതി. പക്ഷേ അതിന് ആ ഒരു സമാധാനം അധികം നീണ്ടു നിന്നില്ല എന്നത് എടുത്തു പറയണം. അതിന് തുടക്കമിട്ടത് വീണ്ടും ഇറാൻ തന്നെയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെ പോയ ചില കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടാണ് ഈ ഇറാൻ വീണ്ടും ആ ഒരു യുദ്ധ കരാറിന് അറുതി വരുത്തിയത്, ആ ഒരു അന്ത്യം വരുത്തിയത്. അത് വീണ്ടും US-ന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കുന്നതിലേക്കുള്ള വഴിമരുന്നിടുന്നതിന് തുല്യമായിരുന്നു. അങ്ങനെ വീണ്ടും ശക്തമായ ആക്രമണം അമേരിക്ക ഇറാന് നേരെ ചൊരിയുകയാണ് ഉണ്ടായത്. അതായത് അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേരെ പോലും ശക്തമായ രീതിയിലുള്ള ആക്രമണം US അയച്ചുവിട്ടപ്പോൾ പിന്നീട് തങ്ങൾക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന പ്രതീതിയിലായിരുന്നു ഇറാൻ. അതുകൊണ്ട് തന്നെ അയത്തുള്ള ഖമനയുടെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ഉടൻ തന്നെ ശക്തമായ പ്രത്യാക്രമണവുമായി ഇറാനും ചാടിയിറങ്ങിയിട്ടുണ്ട്. ഇറാന്റെ ഇപ്പോഴത്തെ അധികാരി മുജ്തബ ഖമനയി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇത്ര നാളും അദ്ദേഹം ഒളിത്താവളത്തിലായിരുന്നു. അയത്തുള്ള ഖമനയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും മുജ്തബ ഖമനയി എത്തിയിരുന്നില്ല. അദ്ദേഹം ഗുരുതരമായ പരിക്കുകളോടെ ഏതോ ആശുപത്രിയിൽ അജ്ഞാതവാസത്തിലാണ് എന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ അത്രമാത്രം മാരകമായ പരിക്കുകളൊന്നുമില്ല. US-ന്റെ ആക്രമണത്തെ ഭയന്ന് ഒരു ഒളിത്താവളത്തിൽ കഴിയുകയായിരുന്നു മുജ്തബ ഖമനയി എന്നുള്ളതാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇറാന്റെ പരമാധികാരിയായ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനിയെയും മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപ്പാടെ നശിപ്പിച്ച അമേരിക്കയുടെ പ്രവർത്തിക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുക തന്നെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത്. ആ അയത്തുള്ള ഖമനിയുടെ വിലാപയാത്ര കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെയും ശക്തമായ പ്രതികരണം ആ നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു. അതായത് ട്രംപാണ് തങ്ങളുടെ ഏറ്റവും വലിയ നേതാവ്, നെതന്യാഹുവിനെയും ട്രംപിനെയും കൊല്ലാതെ തങ്ങൾക്കിനി വിശ്രമമില്ല എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ നയമായിട്ട് അവർ വിലാപയാത്രയിൽ എടുത്തുയർത്തിയത്. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ഇപ്പോൾ തുനിയുകയാണോ ഇറാൻ എന്ന് വേണമെങ്കിൽ സംശയിക്കേണ്ടി വരും. അതായത് ഈ ഹോർമോസ് കടലിടുക്കിൽ തങ്ങൾക്ക് നിയന്ത്രണം വേണം എന്നുള്ളതായിരുന്നു അമേരിക്ക ആദ്യം മുതലേ പറഞ്ഞത്. അവിടെ സ്വതന്ത്രമായിട്ട് കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കണമെന്ന് US പറഞ്ഞുവെങ്കിലും അവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്കിടുന്ന തരത്തിലുള്ള ഇറാന്റെ കടന്നാക്രമണം, ഇറാന്റെ ആ വിലക്ക് ആണ് ഇപ്പോൾ US-നെ വലിയ രീതിയിൽ, അമേരിക്കയെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ട്രംപിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇറാന്റെ നാശം കണ്ടേ അടങ്ങൂ എന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ട്രംപും. അങ്ങനെ രണ്ട് വലിയ ശക്തികൾ തമ്മിൽ വീണ്ടും പോർ തുടങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിന്, വലിയ രീതിയിലുള്ള ഒരു നാശത്തിന് ലോകം സാക്ഷ്യം വഹിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് കപ്പലുകൾക്ക് നേരെ, എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ എണ്ണയുടെ വില വലിയ രീതിയിൽ കുത്തനെ കുതിച്ചു വരാനുള്ള സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് എണ്ണ വിപണി വലിയ രീതിയിൽ അങ്കലാപ്പിലായി മാറാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നു. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇറാന്റെ ഏറ്റവും ശക്തമായ മാരകമായ ആക്രമണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഗൾഫ് നാടുകളിൽ വലിയ അസ്വസ്ഥത പരത്തിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണം കണ്ണും കെട്ടി നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ട്രംപും കൂടി പറഞ്ഞതോടുകൂടി ആക്രമണം ശക്തമായി മാറുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും രക്തരൂക്ഷിതമാവുന്ന ഒരു കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കേണ്ട കാര്യം. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതും.